നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത ചീര ഉപയോഗിച്ച് ചെയ്ത പലതരം ചീരത്തോരൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ചീര ഉപയോഗിച്ച് നമുക്ക് വളരെയധികം ഡിഷസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചീരത്തോരൻ തന്നെയാണല്ലോ. ഇത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് പലരും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനും ഒരു ട്രയലൊന്ന് ചെയ്ത് നോക്കി. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ തവണയും ഓരോ ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കുമെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ വിരസത ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും. ഇവിടെ ഞാൻ 3-4 ടൈപ്പ് ചീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചീരത്തോരനിൽ ഉപയോഗിച്ചിരിക്കുന്നത് 3 തരം ചീരകളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലും ഈ മിക്സ്ഡ് കളർ കോമ്പിനേഷൻ കാണുവാൻ സാധിക്കും. ആദ്യത്തെ മെത്തേഡിൽ കാണിച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇൻസ്റ്റൻറ്റ് തോരൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. തോരൻ ഉണ്ടാക്കാൻ എളുപ്പമെന്ന് തോന്നിയിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഇതുപോലുള്ള ചീനച്ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് പാനിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സാധാരണ ഇതുപോലുള്ള പാത്രങ്ങളാണ്. ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം ഇളക്കി കൊടുക്കാനും ഒക്കെ സഹായകരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആദ്യമേ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകൊക്കെ ഇട്ട് കുറച്ച് ഉള്ളിയും വഴട്ടിയെടുക്കാം. ഉള്ളി വഴട്ടാതെ എല്ലാം കൂടെ മിക്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഞാൻ ഉള്ളി ആദ്യമേ വഴട്ടി പിന്നീടാണ് ചീര ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പിന്നീട് നമുക്ക് ചീരയും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം. ചിലർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ഓരോരുത്തരുടെ സൗകര്യാർത്ഥം. ഈ തോരനിൽ ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല, അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിന് പകരം നമ്മുടെ കാന്താരി ഉണക്കി പൊടിച്ചെടുത്തതാണ്. കാന്താരിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതിൽ മഞ്ഞൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ട് ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. മഞ്ഞൾ ചേർത്തോ ചേർക്കാതെയൊക്കെ നമുക്കുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുന്നത് തന്നെയാണല്ലോ. ഈ ഫ്ലേവർ എന്തായാലും ഒരു ഡിഫറൻ്റ് ആയതുകൊണ്ട് ഞാൻ ആ രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലീഫി വെജിറ്റബിൾസ് ആകുമ്പോൾ നമ്മൾ അധികമായിട്ട് പാകം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ പാകം ചെയ്താൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അല്പം വെന്ത് കഴിയുമ്പോഴേക്കും തീയൊന്ന് ഓഫ് ചെയ്ത് ഇളക്കി ഉപയോഗിക്കാം. കൂടെ ഉപ്പൊക്കെ കറക്റ്റായൊന്ന് നോക്കാം. ആയില്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കാവുന്ന ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി സമയമൊക്കെ എടുത്ത് തയ്യാറാക്കുന്ന റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ സമയമെടുത്ത് ചെയ്തുണ്ടാക്കുന്നതിന് വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മളെല്ലാ റെസിപ്പീസും അങ്ങനെ തന്നെയല്ലേ. പല റെസിപ്പീസ് നമ്മൾ പലതരത്തിൽ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസവും വ്യത്യസ്തങ്ങളാണ്. ഇലക്കറികൾ പ്രത്യേകിച്ചും ചീര അരിഞ്ഞെടുക്കുമ്പോൾ കത്തി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് കിട്ടും. കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ ചെറുതായിട്ട് കിട്ടുകയുമില്ല. പല വലിപ്പത്തിലുള്ളതും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതെല്ലാം. അവരവരുടെ സമയമനുസരിച്ചും പിന്നെ അരിയാനുള്ള സ്പീഡും ഒക്കെ നോക്കിയാണ് ഇപ്പോൾ അധികം തന്നെ ആൾക്കാർ കട്ടിംഗ് ബോർഡിനെയാണ് ആശ്രയിക്കുന്നത്. ഞാനും പലപ്പോഴും കട്ടിംഗ് ബോർഡ് തന്നെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ അധികം കൈകൊണ്ട് തന്നെയാണ് അരിഞ്ഞെടുക്കാറ്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് എടുക്കുന്നത് ഒരു വ്യത്യസ്തമായിരിക്കും. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ പത്തലമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ചെറിയുള്ളിയുണ്ട്, കുറച്ച് വെളുത്തുള്ളി. ഇവയെല്ലാം കൂടി നമുക്ക് കല്ലുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതില്ലാത്തവർക്ക് മിക്സി ഉപയോഗിച്ചും ചെയ്യാം. മിക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. നന്നായിട്ട് അരഞ്ഞു പോയാൽ തോരൻ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് ഉപയോഗിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് അരി
ഒന്ന് വറുത്ത് അതിലേക്കൊന്ന് ചീര വഴട്ടിയെടുക്കുന്നതാണ്. അതിനായിട്ട് കുറച്ച് പച്ചരി എടുത്ത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ കൂട്ടി ഒന്നുകൂടി ഒന്ന് വഴട്ടിയെടുത്ത് അതിനൊപ്പം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഈ തോരനിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഉപയോഗിക്കുകയാണ്. പിന്നെ ചിരവിയെടുത്ത തേങ്ങയും. തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് അല്പം ജീരകപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഈ കൂട്ടെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തോരൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇടയ്ക്ക് നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചീരത്തോരനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ മെത്തേഡിൽ ഞാൻ ചീര കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, കുറച്ചുകൂടെ വലുതാണ്. ചേരുവകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത്, പിന്നെ ചെറിയുള്ളിയുണ്ട്, കാന്താരിമുളകാണ് ഞാൻ ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവൈലബിലിറ്റി അനുസരിച്ചും അത് നമുക്ക് എടുക്കാം. പിന്നെ എണ്ണ ഒഴിച്ച് കടുകിന് പകരമായിട്ട് ഇവിടെ ഞാൻ അരിയാണ് വറുത്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചീരയും കൂട്ടും എല്ലാം കൂടെ കൂട്ടി ഒന്ന് വേവിച്ചെടുക്കാം. ചീര ആദ്യമേ ഇട്ട് ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം അരപ്പ് ചേർക്കുന്നതാണ് നല്ലത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഡെലീഷ്യസ് ആയിട്ടുള്ള മൂന്നാമത്തെ തോരനും റെഡിയായി കഴിഞ്ഞു. ഇനി നാലാമത്തെ തോരനിലേക്ക് നമുക്ക് കിടക്കാം. ഇതും ചെയ്തിരിക്കുന്നത് പച്ചച്ചീര ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ നല്ല ചൂടുള്ള സമയങ്ങളിൽ പച്ചച്ചീര മാത്രമേ നന്നായിട്ട് പിടിച്ചു കിട്ടാറുള്ളൂ. ബാക്കിയെല്ലാം പോവുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ പച്ചച്ചീര തന്നെ അധികവും റെസിപ്പി ചെയ്യാനും കാണിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ചേരുവകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിക്ക് പകരം ഒരു വലിയുള്ളിയാണ്. പിന്നെ പച്ചമുളകുണ്ട്, തേങ്ങ ചിരവിയത്, അതുകൂടാതെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉള്ളിയും അതുപോലെ മുളകെല്ലാം ഇട്ട് കൊടുത്ത് പിന്നീട് ചീരയും അതിനോടൊപ്പം ചിരവിയ തേങ്ങ, അത് ഞാൻ അരച്ചിട്ടൊന്നുമില്ല, ചതച്ചിട്ടുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. മുട്ട ചേർത്തുണ്ടാക്കുന്ന ചീരത്തോരന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വേവിക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടില്ല. മഞ്ഞൾ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റിലുള്ള ചീരത്തോരനാവും. എനിക്ക് ചീരത്തോരൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മുട്ട ചേർത്തുണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ട ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയും നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. അപ്പോൾ ചീരത്തോരൻ്റെ വ്യത്യസ്തങ്ങളായ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ചീരയുടെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.